എന്തിട്ട് പരിപാടി മക്കളെ, ഒന്നും പറയണ്ടാട്ടാ. ഭയങ്കര ക്ഷീണമായിരിക്കാന്നൊന്നുമില്ല പുറത്ത് സൈറ്റ്, എന്താണെന്നറിയില്ല. കണ്ടില്ല ഇന്നലെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ടെൻ്റൊക്കെ ഊരി വെച്ചു, ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. സൈക്കിളുമ്പോൾ നല്ല സാധനം എടുത്ത് കയറ്റി സെറ്റാക്കി. കണ്ടില്ലേ ഇന്നലെ നിന്നായിരുന്ന സ്ഥലത്തിൻ്റെ ബാക്കിലത്തെ വ്യൂ കണ്ടില്ലേ. എനിക്ക് ഫുള്ളും മലകളാണ്. എന്നിട്ടാ സുന്ദർ നഗർ എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ്, സുന്ദർ നഗർ. ഇതിൻ്റെ ബാക്കിലൊരു പുഴ പോകുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ വേറൊരു പുഴ പോകുന്നുണ്ട്, ബാക്കിൽ ഡാമാന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ. അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. हाँ हाँ वो खाना खा लिया रात को? खाना हो गया? यहाँ बोला मैंने रात को। इधर से नहीं है? हाँ नहीं, मेरे पास है मैगी है, मैगी खाना है। वो माँ रोटी वगैरह नहीं खाई? नहीं बोला मैंने रात को है ना यहाँ। हाँ मुझे मालूम नहीं है, हमारे पास मैगी है, मैगी कुकिंग करेगा। हाँ ये दूसरा भाई बोलेगा रोटी बनाने का, मेरे पास मैगी कुकिंग टाइम में ये बोला। हाँ ഹോട്ടലിൻ്റെ ആളായി. ഇന്നലെ വന്നിട്ട് ഞാൻ മാഗി ഉണ്ടാക്കുമ്പോൾ റൊട്ടി വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മാഗി ഉണ്ടാക്കാൻ ചേർന്ന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളൊന്നും ചോദിക്കുക റൊട്ടി കഴിച്ചില്ലേന്ന് ചോദിക്കുക. അയ്യോ ഞാൻ പറഞ്ഞു ഈ മാഗി ഉണ്ടാക്കണ നേരത്തെ പറഞ്ഞു അത് കാരണം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. അപ്പോൾ ഞാനേ ഇവിടെ സൈക്കിളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷിംല റൂട്ട് പിടിക്കണം, അതാണ് പരിപാടി എടുത്തത്. അതുകൊണ്ട് ഉത്തരാഖണ്ഡ് കയറാൻ വിചാരിച്ചിട്ടാ. ഇവിടെ നിലനിന്ന് എൻ്റെ സ്ഥലത്ത് നോക്കി തൊട്ടടുത്ത് ശവം കത്തിക്കണതില്ലേ. അങ്ങനെ എന്താ ചെയ്യാല്ലേ. അപ്പോൾ ശരി മക്കളെ, കുറച്ച് കഴിഞ്ഞ് വരാം. അങ്ങനെ മക്കളെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗംഭീര കയറ്റായിരുന്നു. ആദ്യം ഒരു കയറ്റം ഉണ്ടായിരുന്നു, പിന്നെ വലിയ ഇറക്കമായിരുന്നു. ഇപ്പോൾ വീണ്ടും ചെറിയൊരു കയറ്റം തുടങ്ങി. അപ്പോൾ വിശന്ന് തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് നിർത്തിയത്. ചെറിയൊരു നാട്ടിലത്തെ പോലത്തെ ഒരു തട്ടുകട. എന്തല്ലേന്നറിയില്ല, നോക്കട്ടെ എന്തായാലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തിട്ട് വരാം. സൈക്കിളൊക്കെ അവിടെ ചാടിച്ചിട്ടുണ്ട്, സ്റ്റാൻഡ് പൊട്ടിയായിരുന്നു കണ്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അങ്ങനെ നമുക്ക് ഫുഡൊക്കെ വന്നത് എന്തോ ഒരു തരം റൊട്ടിയാന്ന് പറഞ്ഞത്. അവിടെ കാലത്തായി വരണത് മാത്രമല്ലോ എന്ന് പറഞ്ഞത്. എന്നിട്ട് ചെറുപയർ കറിയാണ് കൊണ്ടിട്ടത്. ഓ ഇത് മരം പോലെയാണുള്ളത്, ഭയങ്കര കട്ടിയത്. ശരി എന്തിട്ടാണത് സത്യം പറയാലോ, ഒരു രസമില്ല കേട്ടോ. ചെറുപയറൊക്കെയാന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ട കഴിക്കണ പോലെ റൊട്ടി. എന്തിട്ടുണ്ടാക്കിയ റൊട്ടിയാണോ ആദ്യം ഇങ്ങനത്തെ റൊട്ടി കഴിക്കണേ. റൊട്ടിയൊന്നല്ല, വേറെ എന്തൊരു സാധനമാണ്. भाई ये रोटी का नाम क्या है? मक्की। ये कौन सा है? ये महल दाल का. എന്തോ ദാരം ഉള്ള തൊട്ടിയാന്ന് പറഞ്ഞേ. കാലേ മാ. नहीं हाँ बस हाँ हाँ. घर कहाँ है? केरला. हैं? घर केरला. കേരള എന്ത് ചെയ്യാലാണ്. ഒരു വായിക്കുള്ളില്ല മക്കളെ. ആകെ വല്ലപ്പോഴും കഴിക്കുള്ള ഒരെണ്ണം വാങ്ങിച്ചത് അത് ഈ നിലയ്ക്ക്. അപ്പോൾ ശരി എന്തായാലും കഴിക്കട്ടെ ഇരുന്നിട്ട്. ഗംഭീര ഇറക്കാ, ഒരു രക്ഷയില്ല. വലിയ കേട്ടോ കയറ്റം വന്നു. മയൂർ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് ഛത്തീസ്ഗഡിലേക്ക്, ദില്ലിക്ക് 324, ഛത്തീസ്ഗഡിലേക്ക് 117, 127 കിലോമീറ്റർ. 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 127 കിലോമീറ്റർ.
അയ്യോ അയ്യോ. അടുത്തിറക്കം വന്നു, അടുത്തിറക്കം. മക്കളെ എളുപ്പല്ലാട്ടാ, ഒരുമാതിരി വൃത്തിയായിട്ട ചൂടാ. എന്ത് ചൂടെന്നാ പറയാ. സമയത്ത് 3 മണി കഴിഞ്ഞു. നോക്കി ഞാൻ ഇവിടെ ഒരു കട, ഏതൊരു കട ഇവിടെ സൈക്കിളൊക്കെ വെച്ചിട്ട് ഇവിടെ കിടന്ന 12 ആകുമ്പോൾ കിടന്ന 3 മണി. ചൂട് 33 ഡിഗ്രി ആയിപ്പോ. ഭയങ്കര ചൂടാ. കാലത്ത് വരുമ്പോൾ മഴ, വൈകുന്നേരം ചൂട്, ഇനിയിപ്പോൾ രാത്രി തണവ്. അയ്യോ, ഉച്ചക്കൊന്നും കഴിച്ചിട്ടുമില്ല, തലയൊക്കെ കറങ്ങുക വെയിലുള്ളുമ്പോൾ. എന്ത് ചെയ്യാല്ലേ, ആകെ ഒരു സുഖമില്ല. ചൂട് കൂടിയപ്പോളേ തണവത്ത് നിൽക്കുമ്പോൾ തണവാടുന്ന പ്രശ്നം എന്ന് പറഞ്ഞിരുന്നേ. തണവിനാണ്ട് ചൂട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ ചൂടാണ് പ്രശ്നം കേട്ടോ. ചൂട് സഹിക്കാനില്ല, ആകെ വേർത്ത് പിണ്ടി. 2 ദിവസമായി കുളിച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായി കുളിച്ചിട്ട്. അത് വേറെ. ഇനിയിപ്പോൾ ഇന്ന് എവിടെയെങ്കിലും കിടക്കാൻ വേണ്ടി അടുത്തല്ല കുളിക്കാനും നനയ്ക്കാനും പറ്റിയ ഭാഗ്യമുണ്ട്. ഞാൻ എവിടെ നിന്ന് എല്ലാം ഇറക്കാൻ നോക്കട്ടെ. കണ്ടില്ലേ, നല്ല പെടപ്പ സ്ഥലമൊക്കെ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ്. പക്ഷേ എന്ത് ചൂടാച്ചിട്ടാ. ഓ, വെള്ളമുണ്ട് ഇവിടെ, കുപ്പിയിൽ വെള്ളം നിറച്ചേക്കാം. അപ്പോൾ ശരി മക്കളെ, ഞാനേ സാധനങ്ങളൊക്കെ എടുത്തേക്കട്ടെ കേട്ടോ. അയ്യോ പറയണ്ട മക്കളെ, ഗംഭീര വെയിലാട്ടാ. ഒരു രക്ഷയില്ലാത്ത വെയിലെന്ന് പറയും. ഇപ്പോൾ അടുത്ത ടണൽ വരുന്നു. കുറേ ടണലായത്. ഓ, ഇനിയിപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങുമ്പോഴേക്കും വേർത്ത് കുളിച്ചൊരു ലെവലാവും. എന്ത് ചൂട്, ഒറ്റ ദിവസം കൊണ്ടേ മണിക്കൂറുകൾ കൊണ്ടാണ് തണവുള്ള ചൂടായി മാറിയത്. ഓ, സഹിക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര സീനാ. ഒരു പാലാണ് നോക്കി, നല്ല കയറ്റമുണ്ട്. നല്ലൊരു ഇറക്കം കിട്ടി ആസ്വദിച്ചോ. കയറ്റം 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 കയറ്റം. ചെറിയൊരു ചാല് പോലെ, ചെറിയൊരു തോട് പോലെ. ബാക്കിയൊക്കെ പുല്ലാന്നുണ്ട്. ചിലപ്പോൾ ഫുള്ള് മഴക്കാലം കഴിഞ്ഞ് ഫുള്ള് വെള്ളം ഉണ്ടാവും കേട്ടോ, അറിയില്ല. ഇത്ര വലിയ പാലുള്ളതല്ല, മിക്കതും വെള്ളം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എൻ്റെ പേരൊന്നും എഴുതി കാണാനില്ല. ഓ, അവിടെ വലിയൊരു കയറ്റം വേണ്ട. ആ കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാനുള്ള പരിപാടി നോക്കണം. വയ്യ.
സ്റ്റാർട്ടായി. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ നിർത്താനുള്ള സമയമായി. എനിക്ക് വല്ല കട കാണുക വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രാത്രി കഴിക്കാനുള്ള വാങ്ങിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് പരിപാടി. അങ്ങനെ ഒന്നും പറയണ്ട മക്കളെ, കുറേ നേരമായി ഞാൻ നടക്കണ് ഒരു ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഹിമാചലിൽ ഇപ്പം ഞാൻ വരണ വഴിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ് പോണ വഴിയാണ്. ആ വഴിയിൽ ഇവിടെ ചോദിച്ചിട്ട് ഒരാൾ ടെൻ്റ് അടിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഏറ്റവും അവസാനം ഈ ടണലുണ്ട്. ഇനിയിപ്പോൾ ടണൽ കയറണമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു ബിൽഡിങ് പണിയുണ്ട്. കണ്ട ഈ ബിൽഡിങ്ങിൽ 2-3 പണിക്കാരുണ്ട്. അവർ ബീഹാറിലത്തെ ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു അങ്ങനെ ടെൻ്റ് അടിക്കിട്ട് ചോദിച്ചപ്പോൾ ആ ടെൻ്റ് അടിച്ചു അതിന് കുഴപ്പമൊന്നുമില്ലാന്ന്. അങ്ങനെ ഞാൻ ഒരു സിമെൻറ്റും പൊടിയുടെ ഇടയിൽ വന്നിട്ട് ടെൻ്റ് അടിച്ച് സെറ്റായി. അങ്ങോട്ട് കണ്ടോ ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് അടിച്ചു വാരി എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ അങ്ങനെ അടിച്ചു വാരി വന്നിട്ട് 2-3 ദിവസത്തിന് ശേഷം ഒരു കുളിയും പാസ്സായി. ഓ കുളിച്ചതൊന്നും പറയണ്ട. ഒരു പൈപ്പ് മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, അതിൽ നിന്ന് കുളിക്കുക തന്നെ. ഒരു ഡ്രസ്സൊക്കെ തിരുമ്പിട്ടു സെറ്റാണ്. ഇവിടെ ഇവിടെ തന്നെ കുക്ക് ചെയ്യുക പരിപാടിയൊക്കെ ഉണ്ടെന്ന് കൊണ്ടിട്ടാ കണ്ടില്ലേ. ഇവിടെ കുക്ക് ചെയ്യുക എല്ലാ പരിപാടികളും ഉണ്ട്. ഇതെന്തോ മെഷീൻ കട്ട് ചെയ്യണം അല്ല മരം കട്ട് ചെയ്യണം എന്താ പരിപാടിക്ക് കൊണ്ടിട്ടാ. ഫോണിവിടെ ചാർജ് വെച്ചിട്ടുണ്ട്. ഇവർ ഫോണിവിടെ ചാർജ് ചെയ്യാൻ കുതിച്ചുള്ളൂ. 2 വയറെടുത്തിട്ട് മടക്കി വെച്ച് കൊടുക്കുക കേബിളുമേ. എന്താണെന്ന് ഞാൻ പെട്ടുന്നായി. മറ്റേതും ചാർജ് ചെയ്യേണ്ടത്, അത് ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ കണ്ട ഒരു കറുത്ത പൈപ്പ്, ആ പൈപ്പ് മുന്നാണ് കുളിച്ചത്. അങ്ങനെ കുളി കഴിഞ്ഞു. ഓ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ എന്തൊരു സുഖമാണെന്ന് അറിയുമോ. ശരിക്കും 3 ദിവസം കൂടുമ്പോൾ കുളിക്കാനുള്ളത് കേട്ടോ. ആ ഫീലാണ്ട് കിട്ടും. ആ ചൂടും കൂടെ ഇപ്പോൾ പറയും വേണ്ട ഒരുമാതിരി വൃത്തികെട്ട ചൂടാണ്. എന്ത് ചൂടെന്ന് പറയുക. അങ്ങനൊന്നും പറയണ്ട മക്കളെ. അപ്പോൾ പരിപാടി നടക്കട്ടെ. ഞാൻ കുറച്ച് നേരം എഡിറ്റിങ് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് സെറ്റാവാൻ നോക്കട്ടെ പരിപാടി. നല്ല വ്യൂ ആട്ടോ നേരെ ഫ്രണ്ടിൽ നോക്കി. ഗംഭീരമല്ല ഇപ്പുറത്തൊരു ടണൽ സെറ്റാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി മക്കളെ, ഓക്കേ.